ബൃഹൻ മുംബൈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. അവിടെ 2.25 കോടി വോട്ടർമാരാണ് ഉള്ളത്. അതായത് പല സംസ്ഥാനത്തേക്കാൾ വലിയ വോട്ടർമാരുടെ സാന്നിധ്യം ബൃഹൻ മുംബൈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. ശിവസേന വർഷങ്ങളായി ഭരിച്ചിരുന്ന കോർപ്പറേഷൻ BJPയുടെ കയ്യിൽ എത്തിയിരിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 528ഓളം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് കൃത്യമായി മഹാരാഷ്ട്രയിൽ അങ്ങോളം ഇങ്ങോളം 370 പരം സീറ്റുകൾ നേടിയെടുത്തിരിക്കുന്നു. 370 പരം സീറ്റുകളുടെ വിജയം അത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ്. പ്രത്യേകിച്ചും പല മുനിസിപ്പാലിറ്റികളിലും പല കോർപ്പറേഷൻ മേഖലകളിലും കോൺഗ്രസ് ഉണ്ടാക്കിയ ചലനം BJPയെ അന്താളിപ്പിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ശിവസേനയെ പിളർത്തി, അതുപോലെ NCPയെ പിളർത്തിയെടുത്തു, ഭീഷണിപ്പെടുത്തി അജിത് പവാറിനെ ഒപ്പം കൂട്ടി. അഴിമതിയുടെ ആരോപണ കഥകൾ പറഞ്ഞാണ് ഒപ്പം കൂട്ടിയത്. 2019 BJP ശിവസേന സഖ്യം അധികാരത്തിലെത്തിയെങ്കിലും ശിവസേനയ്ക്ക് പറഞ്ഞു വച്ചിരുന്ന മുഖ്യമന്ത്രി പദം നൽകാത്തതിന്റെ പേരിൽ ശിവസേന BJP സഖ്യം ഉപേക്ഷിച്ചതാണ്. അന്നു മുതൽ പിളർത്താനുള്ള വഴികൾ ആലോചിച്ചിരിക്കുകയാണ്. കാരണം അന്നായിരുന്നു ഏക്നാഥ് ഷിൻഡെ അടക്കമുള്ള നേതൃത്വം, പ്രത്യേകിച്ചും സഞ്ജയ് റാവത്തിന്റെ ശക്തമായ ഒരു ഇടപെടലിൽ മഹാവികാസ് അഘാടി സഖ്യം രൂപപ്പെട്ടതും ഉദ്ധവ് താക്കറെ 2019 മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതും. ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിപക്ഷമെന്നത് ഉദ്ധവ് താക്കറെയാണ് എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. കോൺഗ്രസ് തന്നെയാണ് പ്രതിപക്ഷമെന്നതും കോൺഗ്രസിനെ പ്രതിപക്ഷ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. BJP നേതൃത്വത്തിനെ കൃത്യമായി വരിഞ്ഞുമൂടാൻ ഇപ്പോൾ കോൺഗ്രസിന് കെൽപ്പില്ല എങ്കിൽ പോലും അത്തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. 2019 കോൺഗ്രസിന് 44 സീറ്റ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. NCPക്ക് അന്ന് 56 സീറ്റ് ഉണ്ടായിരുന്നു. ശിവസേനയ്ക്ക് അന്ന് 60ഓളം സീറ്റുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് താരതമ്യേന സീറ്റ് കുറവാണെങ്കിലും ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മഹാരാഷ്ട്രയിലുള്ളത് കോൺഗ്രസിനാണ്. കോൺഗ്രസ് നേതൃത്വം നേടിയെടുത്ത വിജയം ചില്ലറയല്ല. 13 MPമാരെ കോൺഗ്രസിനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വിജയമുണ്ടായതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെറുതായി കണക്കാക്കാൻ കഴിയില്ല. അതായത് ബേസ് വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചും ദുർമാർഗത്തിലൂടെയും അധികാരം പിടിച്ചെടുക്കാൻ സംസ്ഥാനത്ത് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും കോൺഗ്രസിനെ വേരോടെ പിഴുതെറിയാൻ കാരണമാകുന്നില്ല. CPIMനെ പോലെ ഒരു പാർട്ടി ത്രിപുരയിൽ നിന്നും ബംഗാളിൽ നിന്നും വേരോടെ പിഴുതെറിയപ്പെട്ട് അതിനു പകരമായി ചുവപ്പ് നരച്ച് കാവ്യായതുപോലെ ഒരു സംഹിത മഹാരാഷ്ട്രയിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ കോൺഗ്രസിനെതിരെ ഇതുവരെ BJPക്കും സംഘപരിവാർ ശക്തികൾക്കും പയറ്റി പൂർണ്ണ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.